നമസ്കാരം. നമ്മൾ ഈ വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന .NET ഇന്റേണൽ സബ്ജക്റ്റ് അലോക്കേഷൻ ഓഫ് ഹീപ്പ് ഒബ്ജക്ട്സ് ഓൺ മാനേജർ ഹീപ്പ് എന്നുള്ളതാണ്. അതായത് പുതിയ .NET ഒബ്ജക്റ്റുകൾ മാനേജർ ഹീപ്പിൽ വന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അടുക്കി അടുക്കിയാണ്. ഇതിനെ സീക്വൻഷ്യൽ അലോക്കേഷൻ ഓഫ് ഹീപ്പ് ഒബ്ജക്ട്സ് എന്ന് പറയാം. ഇത്തരം രീതിയിലുള്ള അലോക്കേഷന് ചില ഗുണങ്ങളുണ്ട്. പക്ഷെ അത് പറയണമെങ്കിൽ നമുക്ക് പ്രീവിയസ് ഹീപ്പ് ഡിസൈൻസിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റുകൾ അലോക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയണം. ഇപ്പോൾ നമ്മളൊരു നേറ്റീവ് ഹീപ്പ് അല്ലെങ്കിൽ അൺമാനേജ്ഡ് ഹീപ്പ് സെക്ഷൻ എടുക്കുക. ഇതൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ പറയുകയാണ്. അതിൽ പുതിയ ഒബ്ജക്റ്റുകളൊക്കെ വരുമ്പോൾ റാൻഡം മെമ്മറി അലോക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒബ്ജക്റ്റുകൾ ആ ഹീപ്പിൻ്റെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഓക്കെ, ഇതിനെ നമുക്ക് ഒരു റൂമിലെ ഒരു റിയൽ ടൈം സിനാരിയോ നമുക്ക് പറയാം. ഒരു റൂമിലെ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ട മാതിരിയാണ്. കാരണം പുതിയ ഒബ്ജക്റ്റ് വന്നാൽ സ്ഥലമില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ സ്ഥലമുണ്ട്, പക്ഷേ എഫക്റ്റീവായിട്ടുള്ള സ്ഥലമില്ല. അപ്പോൾ സ്പേസ് ഈസ് ബീൻ ഫ്രാഗ്മെൻറ്റഡ് എന്ന് പറയാം. അപ്പോൾ ഇത് ഈ ഹീപ്പ് സെക്ഷൻ്റെ കാര്യത്തിലും ബാധകമാണ്. ദർ ആർ ഹയർ ചാൻസ് ഓഫ് ഹീപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ നേറ്റീവ് ഹീപ്സ് എന്നുള്ള സിനാരിയോ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം .NET ഡിസൈൻ ചെയ്ത സമയത്ത് .NET ഡിസൈനേഴ്സിന് മനസ്സിലായി. അപ്പോൾ അവർ വിചാരിച്ചു, നമ്മൾ പുതിയൊരു മാനേജർ ഹീപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ ഒബ്ജക്റ്റുകളും അടുക്കി അടുക്കി വെക്കേണ്ട രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എഫക്റ്റീവ് സ്പേസ് വളരെ കൂടുതലായിരിക്കും, ഹീപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ ചാൻസസ് കുറയും. അതുകൊണ്ട് മാനേജർ ഹീപ്പിൽ ഫ്രാഗ്മെൻറ്റേഷൻ ചാൻസസ് കുറവാണ് ഈ നേറ്റീവ് ഹീപ്പിനെ കാളും. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തുകൊണ്ടാണ് മാനേജർ ഹീപ്പിലെ സീക്വൻഷ്യൽ മെമ്മറി അലോക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു ഡെമോ നോക്കാം. അതായത് സീക്വൻഷ്യൽ അലോക്കേഷൻ തന്നെയാണോ മാനേജർ ഹീപ്പിൽ എന്ന് അറിയാനായിട്ട്. ഓക്കെ, ചെറിയൊരു ഡെമോ. അപ്പോൾ ഞാനൊരു ഡെമോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഇതിൽ കുറച്ച് CLR തിയറംസ് ഒക്കെ പ്രൂവ് ചെയ്യാനുള്ള ഒരു ഡെമോ ആണ്. അതിൽ ഞാനൊരു ഇതെടുത്തു. ഇപ്പോൾ ഇതിലെ ഒരു ഡെമോ സിനാരിയോ എന്താ വെച്ചാൽ, ഒരു ഷോപ്പ് കീപ്പർ ഫർണിച്ചർ ഷോപ്പ് 20 ടേബിൾ പെയർ ചെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കുക. ഓക്കെ, ഒരു ടേബിളിൻ്റെ അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തു. ഒരു ടേബിളിൻ്റെ സൈസ് 1 lakh, ചെയറിൻ്റെ സൈസ് 90,000 bytes. അപ്പോൾ ഇവ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? ഇനി ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? ഹീപ്പിലെ സീക്വൻഷ്യൽ അലോക്കേഷൻ ആണോ എന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അതിന് ഈ മെമ്മറി നമുക്ക് നോക്കണം. അപ്പോൾ നോക്കുക, ടേബിളിൻ്റെ സൈസ് 10,000 1 lakh, ചെയർ 90,000. ഓക്കെ, അപ്പോൾ മെമ്മറി പരിശോധിക്കണമെങ്കിൽ ഞാനൊരു ഡീബഗർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊരു Win32 ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ Win32 ഡീബഗർ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ലൈവ് ഡീബഗിന് വേണ്ടി അറ്റാച്ച്ഡ് പ്രോസസ് ചെയ്തു. ഈ ഡീബഗ് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യാണ്, കാരണം മെമ്മറി നോക്കണമല്ലോ നമുക്ക്. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇത് പല വീഡിയോ സെഷനിലും പറഞ്ഞിട്ടുണ്ട്, SOS എന്ന DLL ലോഡ് ചെയ്യാണ്. കാരണം SOS DLL കണ്ടെയ്ൻ .NET ഡീബഗിങ് കമാൻഡ്സ്. ഓക്കെ, ഇനി നമ്മളുടെ ഇതിലേക്ക് വരാം. നമുക്കിപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് ടേബിൾ പെയർ ചെയർസിനെയൊക്കെ പ്രിൻറ്റ് ചെയ്യണം. നമുക്കറിയാം ടേബിൾ പെയർ ചെയറിൻ്റെയൊക്കെ സൈസ് 1,90,000 ആണ്. അപ്പോൾ അവ മെമ്മറിയിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കമാൻഡ് യൂസ് ചെയ്യാം. ഡംപ് ഹീപ്പ് -min. അപ്പോൾ ഈ കമാൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, .NET ഹീപ്പിൽ 10,000 ബൈറ്റ്സ് സൈസ് മോർ ദാൻ ദാറ്റ് ഉള്ളത് എല്ലാ ഒബ്ജക്റ്റുകളെയും പ്രിൻറ്റ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടേബിൾ പെയർ ചെയർ പ്രിൻറ്റ് ചെയ്യും, റൈറ്റ്? അപ്പോൾ ഇതൊരു ചെറിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ വളരെ 10,000 ഒബ്ജക്റ്റിൻ്റെ ബൈറ്റ്സിന് മുകളിലുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ റിയൽ ടൈം സിനാരിയോയിൽ കുറേ ഒബ്ജക്റ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ, 10 ടേബിളും ഇത് ടേബിളാണ് അല്ലേ, 10 ചെയറും ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അവിടെയാണ് നമ്മുടെ ഇത് അടുക്കടുക്കായിട്ടാണ്. ചെയർ ടേബിൾ. ഇവ തമ്മിൽ സ്പേസസ് ഒന്നും അധികം ഇല്ല. നമുക്ക് സ്പേസസ് ഉണ്ടോയെന്നൊന്നും പരിശോധിക്കാം. ഓക്കെ, അതായത് ഇതാണല്ലോ ഒരു ടേബിളിൻ്റെ മെമ്മറി ലൊക്കേഷൻ മൈനസ് ചെയറിൻ്റെ മെമ്മറി ലൊക്കേഷൻ. ഞാൻ ചെയ്യുകയാണേ. എന്താണ് നോക്കൂ, 90,016. അപ്പോൾ അവ തമ്മിൽ ഡിഫറൻസ് അധികം ഇല്ല, 16 ബൈറ്റേ ഉള്ളൂ. അത് ഒരു ചെറിയൊരു ബൗണ്ടറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് പറയാം 90,000 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇടാൻ സ്പേസ് 90,016 ഉള്ളൂ. അപ്പോൾ വളരെ ക്ലീൻ ആയിട്ട് അടുക്കടുക്കായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് സീക്വൻഷ്യൽ അലോക്കേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് .NET മെമ്മറിയിലെ ഒബ്ജക്റ്റുകൾ വന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇതിലൂടെ നമ്മൾ സീക്വൻഷ്യൽ അലോക്കേഷനെ കുറിച്ച് പഠിച്ചു. കൂടാതെ അവ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാണുകയും ചെയ്തു. ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് .NET ഹീപ്പിൽ വന്ന് ചേരുക. താങ്ക് യു. അപ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക് യു.